അസ്ട്രോളജറാണ് ജ്യോതി സത്യൻ. ഇന്നിവിടെ നമ്മുടെ ഒരു പ്രധാന വിഷയവുമായിട്ടല്ല വന്നിരിക്കുന്നത്. കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട് നമ്മൾക്ക്. അപ്പോൾ എന്താണ് ആ സംശയം എന്ന് നമുക്കറിയാം. ഒരാളുടെ ഗ്രഹനിലയിൽ ചില ഗ്രഹങ്ങളുടെ സംയോഗങ്ങൾ വരുമ്പോൾ വളരെയധികം നെഗറ്റീവ് ഇമ്പാക്ട്സ് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ജീവിതത്തിൽ തരുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുണ്ടോ? അതിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ഗ്രഹങ്ങള് ഒന്നിച്ചൊരു രാശിയിൽ വന്നാല് അത് ദോഷം തരുന്നോ അല്ലെ? അതല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഗുരു ചണ്ഡാല യോഗം എന്ന് പറയുന്നത്. ഗുരു ചണ്ഡാല യോഗം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ നമുക്കറിയാം സാത്വികനായ ഗ്രഹമാണ്. അത് വിഷ്ടം തരുന്ന ആണ്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരേണ്ടത് ആളാണ്. അതിനുള്ള പവറുള്ള ആളാണ്. ദൈവാധീനം തരുന്ന ആളാണ്. ദൈവമാണ് എന്ന് പറയാം നമുക്ക്. അപ്പൊ അവിടെ മായികയുടെയും അതുപോലെ ഒരു പരിധിവരെ നമ്മളെ ഭൗതികമായിട്ട് മെറ്റീരിയൽ ലൈഫിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ആത്മീയതയിൽ നിന്ന് അകത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗ്രഹമാണ് രാഹു. ആത്മീയതയുടെ എല്ലാം മൂർത്തിമത് ഭാവമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യാഴത്തിന്റെ ഒപ്പം തന്നെ ഇയാൾ കൂടി കയറി നിന്ന് കൂട്ടുകൂടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എന്തെങ്കിലും ഒരു എഫക്റ്റ്, ഒരു സാധാരണഗതി ഓർഡിനറി എഫക്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എഫക്റ്റ്, അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം. അല്ലെങ്കിൽ രാഹുവിനാണ് അവിടെ ആ രാശിയിൽ പ്രഭാവം കൂടുതലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും രാഹുവിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നെഗറ്റീവ് എഫക്റ്റ് വരാൻ സാധ്യത ഏറെയാണ്. കാരണം രാഹു എപ്പോഴും രാഹുവിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണല്ലോ പെട്ടെന്ന് വരുന്നത് പോസിറ്റീവിനേക്കാളും. അപ്പോൾ വ്യാഴം സാത്വിക ഗ്രഹമാണ്. വളരെ വളരെ ആത്മീയതയെ നൽകുന്ന വിസ്ഡം തരുന്ന ആളാണ്. അപ്പൊ ആ വ്യാഴം ഒരാളുടെ ജാതകത്തില് ഇപ്പൊ ലഗ്നം എന്ന് ലഗ്നത്തിൽ നിന്ന് 4-ാം ഭാവമായിട്ട് വരുന്ന അയാളുടെ ജാതകത്തിൽ കർക്കിടകം, ആ കർക്കിടകത്തിലെ അവിടെ വ്യാഴം നിൽക്കുന്നു. അപ്പൊ കർക്കിടക വ്യാഴം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് കർക്കിടകമാണ് വ്യാഴത്തിന്റെ ഉച്ചരാശി. അപ്പൊ വ്യാഴം ഫുൾ പവറിൽ അവിടെ നിൽക്കുന്നു. ആ വ്യാഴത്തോടൊപ്പം നിൽക്കുന്നത് രാഹുവാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആ കോമ്പിനേഷനാണ് ഗുരു ചണ്ഡാല യോഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ജാതകത്തില് തീർച്ചയായിട്ടും 4-ാം ഭാവം എന്ന് പറഞ്ഞ മാതൃഭാവമാണ്. അതുപോലെ തന്നെ കുടുംബാണ്. അപ്പൊ ആ ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന വളരെയധികം പ്രഭാവം ആ വ്യക്തിക്ക് ഉണ്ടാവും. അതിനൊരു മങ്ങലേൽക്കും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഈ അവിടെ രാഹുവിനേക്കാൾ കൂടുതൽ പ്രബലനായിട്ട് നിൽക്കുന്ന വ്യാഴമായത് കൊണ്ട് ആ ഭാവത്തിൽ അങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രാഹുവിന് ഒരുപാട് ദ്രോഹം ചെയ്യാൻ പറ്റില്ല ആ വ്യക്തിക്ക്. എന്നാൽ പോലും ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ട് ആ വ്യാഴന്റെ നല്ല സ്വഭാവങ്ങൾക്ക് കുറച്ചൊരു കളങ്കം കൊടുക്കുവാനായിട്ട് രാഹുവിന് കഴിയും. അതാണ് ഗുരു ചണ്ഡാല യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് 4-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ആ ജാതകന് കുടുംബപരമായിട്ട് ഏർലി ലൈഫിൽ പെട്ടെന്ന് അമ്മ വിട്ടു പോവുക, അമ്മയായിട്ട് സ്വരച്ചേർച്ചയില്ലാതെ വരിക, കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ അയാളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് നല്ലൊരു ഗൈഡൻസ് കിട്ടാതെ പോവുക, നല്ല ഗുരുക്കന്മാരെ കിട്ടാതെ വരിക. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഇപ്പോഴത്തെയാണ് സ്കൂളിൽ തൊട്ടേ ടീച്ചർമാരുടെ ഗുരുക്കന്മാരുടെയൊക്കെ ദൃഷ്ടിയിൽ ഇയാളൊരു എന്താ പറയുക കുസൃതിയാണ്, അല്ലെങ്കിൽ വളരെ ഒരു ദുശാഠ്യക്കാരനാണ്, അടങ്ങിയിരിക്കാത്ത കുട്ടിയാണ്. അങ്ങനെ ചെറുതിലേ തുടങ്ങി നമ്മൾ കംപ്ലൈന്റുകൾ കേട്ട് അത് വീട്ടിലും അതുപോലെ തന്നെ പ്രശ്നക്കാരനാണ് എന്നൊരു ഭാവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വരുന്നത് 4 കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. പക്ഷെ വ്യാഴത്തിന്റെ കൂടെ രാഹു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് അത്. മനസ്സിലായി? അപ്പൊ ആ വ്യക്തിക്ക് ചെറുപ്പകാലങ്ങളിൽ അതുപോലെ തന്നെ അയാളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ അന്വേഷിക്കുക, എന്തെങ്കിലുമൊക്കെ പരീക്ഷാ സമയങ്ങളിൽ ഒരു ഫീസ് അടക്കേണ്ട കാര്യങ്ങൾ വരും, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു സ്ട്രഗിൾ വരും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ 4-ാം ഭാവം എന്ന് പറയുന്നത് അയാളുടെ കുടുംബസ്ഥാനാണ്, മാതൃസ്ഥാനാണ്. അവിടെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ വ്യാഴത്തിന് ബലമുണ്ട്. എന്നാൽ പോലും അവിടെ രാഹു അവന്റെ ഒരു മായികത. അപ്പൊ അയാള് ഒരു വ്യാഴം മാത്രമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. കാര്യങ്ങൾക്കൊക്കെ വളരെ സാത്വികമായ ദൈവവിചാരത്തോടുകൂടി ധർമ്മബോധമുള്ള ഒരു ആളായിട്ട് വരും. പക്ഷെ രാഹു വരുമ്പോ ആ ധർമ്മബോധത്തിന് ഒരു വളവ് സംഭവിച്ച് അയാൾ കുറച്ച് കണ്ണിങ്നെസ് കൂടും. അവിടെ കണ്ണിങ് ആയിട്ട് പെരുമാറാനായിട്ട് ഈ രാഹു അയാളെ പഠിപ്പിക്കും. അതുപോലെ കൂട്ടുകൂടുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചീറ്റിങ് ഒക്കെ കടത്തിവിടാനുള്ളത്. വ്യാഴമാണെങ്കിൽ അങ്ങനെയല്ല,
വളരെ സത്യസന്ധമായിട്ട് പോകുന്ന ഒരു ഗ്രഹമാണ്, ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പം അതാണ് ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിചാരിക്കുന്നു 4-ാം ഭാവം ആയിട്ട് വരുന്നത് ഗുരുവിന്റെ നീചരാശിയായ മകരത്തിലാണെന്നിരിക്കട്ടെ. അപ്പൊ മകരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുംഭം അല്ലെങ്കിൽ മകരം ഏതെങ്കിലും രാശി, അത് ശനിയുടെ വീടാണ്. അവിടെ കുറച്ചുകൂടി ശനി രാഹുവിന് ബലം കൊടുക്കും. അപ്പൊ അവിടെ നീചത്തിൽ നിൽക്കുന്ന വ്യാഴവുമാണ്. അവിടെയാണ് കോമ്പിനേഷൻ വന്നതെന്ന് വിചാരിക്കുക. മകരം രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ നീചരാശിയാണ്. അവിടെ പോയിട്ട് വ്യാഴം നമ്മുടെ രാഹുവായിട്ട് സംയോജനം ചെയ്ത് നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും രാഹുവിനായിരിക്കും അവിടെ കൂടുതൽ പ്രഭാവം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി ചെറുപ്പകാലങ്ങളിൽ അയാൾ കുറച്ച് എന്താ പറയുക, ആ കുട്ടി ഒരു ദുശാഠ്യക്കാരനാണ്, ഒരു റിബലായിരിക്കും. വീട്ടിലെ അച്ഛനും അമ്മയൊന്നും പറയണമെന്നും അനുസരിക്കില്ല. അവരും വേറൊരു ലൈനിലായിരിക്കും ചിന്തിക്കുന്നത്. അതുപോലെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അയാൾക്ക് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളോ ഒന്നും അല്ലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ വേറെ നമ്മളൊന്നും ഫോളോ ചെയ്യാത്ത വേറൊരു തലത്തിലേക്ക് അയാളുടെ ആചാരവിശ്വാസങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അയാൾക്ക് വെസ്റ്റേൺ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ആ രീതികളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പൊരുത്തപ്പെടലുകൾ ചിലപ്പോൾ പലപ്പോഴും മാതാവിനോടും പിതാവിനോടും ഒക്കെയുള്ള പൊരുത്തപ്പെടലുകൾ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധിക്കും. അതൊക്കെയാണ് കാരണം രാഹുവാണ്. അപ്പൊ ആ കുട്ടി എപ്പോഴും ഇന്റലക്ച്വൽ പവർ അയാൾക്ക് നല്ലതായിട്ട് രാഹു കൊടുക്കും. അതുപോലെ രാഹുവിന്റെ ഒരു പ്രധാന രാഹു ആണെന്നുണ്ടെങ്കിൽ മകരം രാശിയിൽ കുംഭൻ രാശിയിലൊക്കെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ വരുവാണെങ്കിൽ ആ കുട്ടി നല്ല ജീനിയസ് ആയിരിക്കും, പഠിക്കാൻ നല്ല കഴിവുണ്ടാവും. അവന് നമ്മൾ കാണാത്ത തലത്തിലുള്ള പല കാര്യങ്ങൾ, നിഗൂഢശാസ്ത്രങ്ങൾ, സൈക്കോളജി, റിസർച്ച്, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ അഗാധമായ നോളജ്, അതിനുള്ള ടാലന്റ് ഉണ്ടാവും ആ കുട്ടിക്ക്. ഒരാളുടെ മൈൻഡ് വരെ റീഡ് ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു കുരുത്തങ്കെട്ട കുട്ടി എന്നുള്ള ഒരു പേര് ദോഷം ആ കുട്ടിക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. ആ ഒരു രീതിയിലേക്ക് പോകും. അതാണ് അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഒരു ഗുരുവിലേക്ക് ഇത്ര 2 ഫേസ് ആണ് അവിടെ. ഉച്ചത്തിൽ വരുന്നു, നീചത്തിൽ വരുന്നു. ഉച്ചത്തിൽ വരുമ്പോൾ എന്താണ് വരുന്നത്, പിന്നെ അത് എപ്പോഴാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ ഗുരുചണ്ഡാല യോഗം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഗുരുചണ്ഡാല യോഗം അനുഭവിച്ചുകൊണ്ടിരിക്കില്ല. അത് ദശാകാലങ്ങളിലും അതിന് ഒരു പ്രധാന പങ്കുണ്ട്. അതായത് ഗുരുദശയിലോ ആണെങ്കിൽ ഗുരുവിനാണ് കൂടുതൽ അവിടെ പവർ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ കർക്കിടക വ്യാഴമാണ്, ആ വ്യാഴത്തിന്റെ ദശയിലാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴമായിരിക്കും അവിടെ. ആ കുട്ടി പഠിക്കുന്ന സമയത്തൊക്കെയാണ് നന്നായിട്ട് പഠിച്ചു പോവുകയും ധർമ്മബോധത്തോടെ പോവുകയൊക്കെ ചെയ്യും. അല്ല അവിടെ രാഹുവിന്റെ ദശയാണ് വരുന്നത്, രാഹുവായിരിക്കും അപ്പൊ കൂടുതൽ നിറഞ്ഞാടുന്നത്. അപ്പൊ രാഹുവിന്റെ കുറച്ച് മെറ്റീരിയലിസത്തിലേക്കും കുറച്ച് കുസൃതികളിലേക്കും കുറച്ച് റിബലിസം ഒക്കെ കൊണ്ടുവരാൻ ആ സമയത്താകും. അപ്പൊ അതാണ്. പിന്നെ 5ലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പൊ 5ൽ നിൽക്കുന്ന ഗുരുചണ്ഡാല യോഗം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സന്താനങ്ങളെ കൊണ്ട് വിഷയം ഉണ്ടാവും. മനസ്സിലായി. അപ്പൊ 5-ാം ഭാവത്തിൽ ഇതുപോലെ തന്നെ ബലമില്ലാത്ത വ്യാഴാണ് നിൽക്കുന്നത്, രാഹുവിന് പ്രബലതയുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ രാഹുവിന്റെ ദശാകാലവും കൂടിയാണെങ്കിൽ ആ സമയത്ത് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികൾ ഡിലേ ഉണ്ടാവും. അല്ലെങ്കിൽ അഥവാ കുട്ടികളുണ്ടായ ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കുട്ടി ജനിച്ച് കുറച്ച് വലുതായി കഴിയുമ്പോഴത്തെ അവൻ്റെ പഠനകാര്യങ്ങളിൽ അവൻ നമ്മൾ പറയുന്ന രീതിയിലേക്ക് പോകാതെ വരും. സ്ഥിരം സ്കൂളിലേക്ക് വിളിപ്പിക്കും മാതാപിതാക്കളെ. പാരൻസ് മീറ്റിങ്ങിലൊക്കെ നമ്മുടെ കുട്ടിയുടെ ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വല്ലാതെ പാനിക്കാവുന്ന ഒരു പാരൻസായി മാറും. അപ്പൊ ഇതൊക്കെ വരുന്നത് രാഹുവിന്റെ ഇമ്പാക്ട് വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വന്നാൽ അതുകൊണ്ടാണ് ഈ ഗുരുചണ്ഡാല യോഗം എന്നുള്ളത്. അല്ല ഇനി നമുക്ക് തന്നെ നമ്മുടെ ജാതകത്തിൽ 5ലാണ് ഈ ഗുരുചണ്ഡാല യോഗം വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പഠനത്തിൽ പഠിക്കുന്ന സമയത്ത് നേരായിട്ട് അതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമർഥ്യം പലപ്പോഴും മറഞ്ഞു പോവുക, കോൺസെൻട്രേഷൻ കിട്ടാതെ പോവുക, അങ്ങനെ പല കാര്യങ്ങളിലേക്കും രാഹു നമ്മളെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ വരും. ഇത് നമ്മുടെ കുട്ടികളിൽ ഇതുപോലെ തന്നെ വരും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ട് മാറും ജീവിതത്തിൽ. അപ്പൊ ഇങ്ങനെ വരുകയാണെങ്കിൽ ദശാകാലങ്ങൾ കണക്കാക്കി നമ്മൾ അതിന് വഴിപാടുകൾ ചെയ്യുക. അപ്പം കുട്ടികളുണ്ടാകാത്തൊരു വിഷയമാണ് വരാൻ ഗുരുചണ്ഡാല യോഗം കൊണ്ട് കുട്ടികളുണ്ടാകാത്തൊരു വിഷയമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സന്താന ഗോപാല മന്ത്രം ജപിക്കണം, അല്ലെങ്കിൽ സന്താന ഗോപാലമൂർത്തിയെ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ അതിന് വഴിയായി. അതുപോലെ തന്നെ രാഹുവിനെ നമ്മൾ പ്രാർത്ഥിക്കണം. രാഹുവിന് വേണ്ട സർപ്പങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുക. അപ്പൊ രാഹുവും പ്രസാദിച്ചു.
ഗുരുവും പ്രസാദിച്ചു. അപ്പൊ ഏത് വിഷയമാണ് നമുക്ക് വരുന്നത്, ഏത് ഭാവമാണ് വരുന്നത്, ഏത് ദശാകാലാണ് വരുന്നത്, ഇതൊക്കെ ഇതിനകത്ത് പ്രധാന ഘടകങ്ങളാണ്. വെറുതെ നമ്മൾ ഗുരു ചണ്ഡാലയോഗം എന്ന് പറഞ്ഞ് പേടിക്കണ്ട. അത് ദശാകാലം അറിയണം, അത് എവിടെയാണ് നിൽക്കണതെന്ന് അറിയണം, ഇനി അങ്ങോട്ട് ഏതെങ്കിലും ബാലിഫിക് ആയിട്ടുള്ള മറ്റ് ഗ്രഹങ്ങൾ നോക്കുന്നുണ്ടോ എന്നറിയണം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു പിന്നെ എന്താണ് നമ്മൾ പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ നാരായണ മന്ത്രങ്ങൾ നന്നായി ജപിച്ചു പോകുന്ന ഒരാൾക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന ഈ ഇതൊക്കെ ചൊല്ലിപ്പോകുന്ന ഒരാൾക്ക് ഇത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ രാഹു ആണെങ്കിൽ രാഹുവിനെ നമുക്ക് നാഗപൂജയിലൂടെയും ഒക്കെ നമുക്ക് തൃപ്തിപ്പെടാം. ഒരു ശിവനെ ധാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പക്കപ്പിറന്നാൾ തോറും കുട്ടികൾക്ക് ചെയ്തു വരിക, നമുക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോവുക, ഇതാണ് പരിഹാരം. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് സംയോഗത്തെയും നമുക്ക് ഇപ്പൊ ഒരു ഭയങ്കരമായൊരു മഴ വന്നാൽ നമ്മൾ ആ മഴയത്ത് മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട വാങ്ങാം, അല്ലെങ്കിൽ നമ്മളൊരു നല്ല വാഹനത്തിൽ കയറി പോകാം. ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രഹനിലയിൽ ഒരു ദോഷമായ ഒരു ഒരു സംയോഗമുണ്ടെങ്കിൽ അതൊരു വലിയ മഴയായി നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഒരു നല്ല കുട എടുക്കുക. അതാണ് നമ്മളുടെ അനുഷ്ഠാനങ്ങൾ. ആ കുട്ടി ബ്രഹ്മമുഹൂർത്തത്തിൽ അവൻ എഴുന്നേൽക്കുകയും നന്നായി ജപിക്കുകയും അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊരു നല്ല സ്ട്രോങ് കുടയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് വ്യക്തിയാണോ അത് വരുന്നത് അവനെ ജപവും തപവും ഒക്കെ ചെയ്ത് സാത്വികയും ധർമ്മനിഷ്ഠയും ഉറച്ച് ഉള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പൊ അയാൾക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടും, അയാൾക്ക് നല്ലൊരു മെൻറ്ററെ കിട്ടും. ഇല്ലെങ്കിൽ ഈ ഇത് വരുമ്പോൾ മുഴുവനും വരുന്നത് നമുക്ക് ഫാൾസ് ആയിട്ടുള്ള ഗുരുക്കന്മാരും മെൻറ്റർമാരും ഒക്കെ അഡ്വൈസറൊക്കെ വരും. അപ്പൊ അവർ ചിലപ്പോൾ നമ്മളെ മായികമായ ലോകത്തിലേക്ക് കൊണ്ടുപോകാം, തെറ്റായ ഇൻഫർമേഷൻ ശരിയാണെന്ന് വിചാരിച്ച് ഫോളോ ചെയ്യും. ഇതൊക്കെ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് മാറാം. അപ്പൊ ഇതാണ് മോളെ സംയോഗം കൊണ്ട് മനസ്സിലായോ കാര്യം എന്താന്ന്? അപ്പൊ മോളുടെ ജാതകത്തിലുണ്ടോ ഇത്? ഇല്ല ഇല്ല. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ട, അതിന് നമുക്ക് വ്യക്തമായ രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട്. ഇപ്പൊ ഈ സംയോഗങ്ങൾ തന്നെ ഒരുപാട് ജാതകത്തില് പിന്നെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിന് പരിഹാരം കണ്ടുപോയാൽ മതി. ഇതാണ് ഇന്നത്തെ വിഷയം. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.